എന്റെ മുമ്പിലുള്ള ഊർജ്ജസ്വലരായിട്ടുള്ള ഭാവിയിലെ വാഗ്ദാനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേവലം ഒരു മുട്ടായിക്ക് വേണ്ടിയിട്ട് 7.5 കൊല്ലം കൊണ്ട് ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾ നിൽക്കരുത്. വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം, ആത്മവിശ്വാസം. എനിക്ക് വേണ്ട, എനിക്ക് ഇതിന്റെ ഒരു സാധനവും വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് ഇന്നു മുതൽ നട്ടലുള്ള വേണ്ട എന്ന് പറയാൻ കഴിയുന്ന ലഹരിയൊന്നും ഇല്ലാത്തൊരു നല്ല കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ വീട്ടിൽ ഏട്ടനും ഏച്ചിലുണ്ടാ ഇവല്ല ആരെങ്കിലും ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ നോക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കിയിട്ട് കണ്ണിലേക്ക് നോക്കുക, ബാപ്പാന്റെ കണ്ണിലേക്ക് അങ്ങ് നോക്കുക. ബാപ്പ തിരിച്ചുങ്ങളെ കണ്ണിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ തങ്കപ്പെട്ട ബാപ്പയാണ്. ആ ബാപ്പ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ, ബാപ്പ പ്രണയത്തിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി. പ്രണയം ഒരു ലഹരിയാണ്, അത് പിന്നീട് വേറെ ഒരു വിഷയമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. പ്രണയിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബാപ്പന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ബാപ്പ തിരിച്ചിങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ അതൊരു മനുഷ്യനായ ബാപ്പയാണ്. ആ ബാപ്പക്ക് ലഹരി ഉണ്ടോ പ്രണയം ഉണ്ടോ നോക്കണമെങ്കിൽ ബാപ്പന്റെ കണ്ണിലേക്ക് നോക്കി ഒറ്റ ചിരി, ബാപ്പ തിരിച്ച് കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അതാണ് ബാപ്പ. അതിന് ലഹരിയും ഇല്ല പ്രണയവും ഇല്ല. അതെന്തെങ്കിലും ഓടുന്നാറ്റുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ടേ ഓടൂ. അത്രയേറെ ആത്മബന്ധമുള്ള മനുഷ്യന്മാർക്ക് മാത്രമേ കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ പറ്റൂ. നിങ്ങൾ ഉമ്മേനെ നോക്കി ചിരിക്കണം. ഉമ്മ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ടെങ്കിൽ അതാണ് ഉമ്മ. കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൂടി അങ്ങോട്ടേക്ക്. ഇനി നിങ്ങൾക്ക് ഏട്ടനുണ്ട് എങ്കിൽ അനിയത്തി ഉണ്ട് എങ്കിൽ അവരുടെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുമ്പോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, പെരാന്തായിട്ടേക്ക്, മൂത്ത പെരാന്ത്. ആ ഭ്രാന്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾ അതിലൂടെ പറയണം, എന്റെ കണ്ണിലേക്ക് നോക്ക് ഏട്ടാ, എന്റെ അനിയത്തി, നീ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക. അല്ലാണ്ട് നമ്മൾ ബോധവൽക്കരണ ക്ലാസ് കൊണ്ട് കഞ്ചാവ് അങ്ങനെയാണ്, അത് പൂക്കുമ്പോൾ മണക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് ലഹരിയില്ലാത്ത സ്വർഗതുല്യമായ ഒരു വീട് നിങ്ങൾക്ക് കെട്ടിപ്പടുക്കണം.